ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വൈത്തരിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് കലാമണ്ഡലം ബിജു, പല്ലശ്ശന ബിജു എന്നൊക്കെ വാദ്യമേഖലയിൽ അറിയുന്ന കലാകാരനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറിയാൻ പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നത്. പല്ലശ്ശന ബിജു എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, പാലക്കാട് ജില്ലയിലെ പ്രസിദ്ധമായ പല്ലശ്ശന എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്നുള്ളത്. പല്ലശ്ശന പഴയകാവ് ദേവസ്വത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. അതുകൊണ്ട് തന്നെ ബിജു തന്നെ പറയുന്നുണ്ട്, ഊണിലും ഉറക്കത്തിലും എന്നതുപോലെ ഉറങ്ങുമ്പോൾ മാത്രമേ ഇത് അല്ലെങ്കിൽ സ്വപ്നത്തിൽ കേൾക്കുന്നുണ്ടാവും, ഉറങ്ങി എഴുന്നേറ്റാൽ കൊട്ടാണ് കേൾക്കുന്നത്. അത്തരം ഒരു മേഖലയിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. അങ്ങനെ കൊട്ടിനോട് താല്പര്യം തോന്നി പിന്നെ വീണ്ടും കലാമണ്ഡലത്തിൽ ഉപരിപഠനത്തിനായി അല്ലെങ്കിൽ പഠനത്തിനായി ചേർന്നു. തുടർന്ന് അദ്ദേഹം സ്വതന്ത്രനായി വിവിധ മേഖലയിൽ തായമ്പക, മേളം തുടങ്ങിയ മേഖലയിൽ വളരെ വിദഗ്ധമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരനാണ്. കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ബിജു. കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലം മുതൽ തുടർന്ന് ഇക്കാലം വരെയും അറിയുന്നുണ്ട്. അദ്ദേഹത്തിന് താല്പര്യം കഥകളിക്കൂട്ടിനോട് മാനസികമായി ഉണ്ട് എങ്കിലും പ്രവൃത്തിപരമായി അത് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായത് ആണ്. എങ്ങനെയാലും അത് അദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മൾ പിന്നെ അദ്ദേഹം പറഞ്ഞ് അറിയുന്നുണ്ട്. എങ്ങനെയാലും ആ ബിജുവിൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുന്നു, അത് നമ്മൾ കേൾക്കുന്നു. എല്ലാവർക്കും ഈ വർത്തമാനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ബിജുവിനോട് വളരെയധികം സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. നമസ്കാരം. നമസ്കാരം ബിജു. ബിജുവിൻ്റെ കുറച്ച് വർത്തമാനങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മുടെ ഒരു ശ്രമം. ആസ്വാദകർക്ക് വേണ്ടിയിട്ട്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ബിജുവിൻ്റെ കുറച്ച് കൊട്ടിൻ്റെ കാലങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് കൊട്ടിലേക്ക് വന്നത്, എവിടെയാണ് സ്വദേശം വെച്ചാൽ അതിൻ്റെ പാരമ്പര്യം എങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അതൊക്കെ ഒന്ന് ചുരുക്കി പറയുക. ചുരുക്കിയിട്ടോ ആവാവുന്ന പോലെ പറയുക. ബിജുവിൻ്റെ സ്വദേശം പാലക്കാട് ജില്ലയിലെ പല്ലശ്ശനയാണെന്നാണ് എൻ്റെ ധാരണ. അതെ. എങ്ങനെയാണ് അവിടെ കുട്ടിക്കാലം എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? വീട്ടിലത്തെ പാരമ്പര്യം കൊട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നുവോ, അതോ മറ്റാരെങ്കിലും കൊട്ട് കേട്ടിട്ടാണോ വന്നത്? എങ്ങനെയാണ് കുട്ടിക്കാലം അല്ലെങ്കിൽ കുടുംബം? ഞാൻ പല്ലശ്ശനക്കാരനായതുകൊണ്ടാവാം ഉറങ്ങുമ്പോഴും ഇല്ലെങ്കിൽ എണീക്കുമ്പോഴും കേൾക്കുന്നത് ഈ കൊട്ടും തായമ്പക മേളം എന്ന് അതുകൊണ്ടാവും. അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ പെട്ടെന്ന് കൊട്ട് പഠിക്കണം എന്ന് ചോദിച്ചു. ആവാം അങ്ങനെയെന്ന് പറഞ്ഞിട്ട് 5ാം ക്ലാസ്സിൽ 92 പറ്റാണെന്ന് ഓർമ്മ. അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിച്ചു, അരങ്ങേറ്റം കഴിഞ്ഞു. 6ാം ക്ലാസ് മുതൽ യൂത്ത് ഫെസ്റ്റിവലും 10ാം ക്ലാസ് വരെ യൂത്ത് ഫെസ്റ്റിവൽ സബ് ജില്ല എല്ലാവിടെയും പോയി. ആ സമയത്തെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലം പോലെയല്ല. നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോൾ കൂടെ പക്കമേളക്കാരെ എല്ലാവരെയും കൊണ്ടുപോകണം. അതിൻ്റെ റിഹേഴ്സൽ കാര്യങ്ങൾ മറ്റേ സാമ്പത്തികമായിട്ട് കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കലാമണ്ഡലത്തിലേക്കാണ് പോയത്. അതിന് മുന്നേ 5ാം ക്ലാസ് അരങ്ങേറ്റം ആശാൻ ഇവിടെ മണികണ്ഠാശാൻ എന്ന് പറയും, പല്ലശ്ശനത്തെ തന്നെ മണികണ്ഠാശാൻ ആളുടെ അടുത്താണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ആളുടെ മരുമകനായ ഉണ്ണി, അയാളും രണ്ടുപേരും മരിച്ചുപോയി.
അപ്പോൾ അവരുടെ അടുത്ത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പല്ലശ്ശന കുഞ്ചുമണി മേരാർ അയാളുടെ ആശാൻ്റെ അടുത്തും കുറച്ച് കാലം പഠിച്ചു. അത് കഴിഞ്ഞ് ആണ് യൂത്ത് ഫെസ്റ്റിവലും സ്കൂളിലൊക്കെ പോയി പഠിച്ച് പഠനത്തിന് ശേഷം 10ാം ക്ലാസ്സിൽ പാസ്സായതിനു ശേഷം കലാമണ്ഡലത്തിലേക്ക് ഡിപ്ലോമയ്ക്ക് ചേർന്നു. ഡിപ്ലോമയ്ക്കാണ് കലാമണ്ഡലത്തിൽ ചേർന്നത്? അതെ അല്ലേ? അതെ. അപ്പോൾ ഇവിടെ പഠിച്ചിട്ട് ഇവിടെ അരങ്ങേറ്റം കഴിയുകയും പരിപാടികൾക്ക് പോകലൊക്കെ ഉണ്ടായിരുന്നു? 4 വർഷത്തോളം അരങ്ങേറ്റം കഴിഞ്ഞ ഈ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ തായമ്പേക്ക് പോയിട്ടുണ്ട്. 4 വർഷത്തോളം യൂത്ത് ഫെസ്റ്റിവലും പുറത്തുള്ള പരിപാടികൾക്ക് എല്ലാവർക്കും പോയി. മേളങ്ങളൊക്കെ മേളങ്ങൾ കുറവായിരുന്നു. ആ സമയത്ത് തായമ്പയായിരുന്നു പഠിച്ച അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് പല്ലശ്ശന ഭാഗത്ത് ഉണ്ടായിരുന്ന മേളക്കാരെങ്കിലും ഓർമ്മ ഉണ്ടോ? എനിക്ക് മന്നാടി ആശാനെ 1-2 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇവിടെ പല്ലശ്ശന നന്ദകുമാർ, മാധവൻകുട്ടി, പൊന്നുകുട്ടന്മാരൊരു ആശാൻ, അങ്ങനെ അവരെയൊക്കെ കണ്ടിട്ടുണ്ട്. നന്നായിട്ടായിട്ടൊക്കെ തായമ്പയൊക്കെ കൊട്ടിയിട്ടുണ്ട്. അവരുടെ അടുത്തൊക്കെ കൂടെ കൊട്ടിയിട്ടുണ്ട്. അത് ശരി. പിന്നെ എങ്ങനെയാണ് കലാമണ്ഡലത്തിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം? എന്തെങ്കിലും കളി കണ്ടിട്ടാണോ, അതുപോലെ ആരെങ്കിലും കൊട്ട് കേട്ടിട്ടാണോ, അതോ ആരെങ്കിലും പറഞ്ഞിട്ടാണോ, അതോ പത്രത്തിൽ പരസ്യം കണ്ട് ജസ്റ്റ് കൊടുത്തതാണോ? പല്ലശ്ശന എന്ന് പറയുന്നത് എല്ലാ വർഷവും 5 ദിവസം കഥകളി ഉള്ളതാണ്. അങ്ങനെ കഥകളി കണ്ട് ശീലമുണ്ട്. അപ്പോൾ കലാമണ്ഡലത്തിൽ പഠിക്കണം അല്ലെങ്കിൽ ആഗ്രഹിച്ചു വന്നല്ല, കഥകളി കണ്ട് ഒരു കൗതുകം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും കൊട്ടാണ്. അപ്പോൾ ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടപ്പോൾ ശരി അയക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കലാമണ്ഡലത്തിൽ ഡിപ്ലോമയ്ക്ക് ചേർന്നത്. അത് ഏത് കൊല്ലെന്നാണോ പറഞ്ഞത്? 96, 97. 96, 97 അല്ലേ? അപ്പോൾ പിന്നെ അവിടെ എങ്ങനെയാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്? ആരൊക്കെയാണ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എടുക്കാൻ ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ ഒപ്പം സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കുട്ടികൾ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ആരൊക്കെയാണ് ബാച്ചുകൾ, അല്ലെങ്കിൽ ആ ബാച്ചിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു? അതൊക്കെ ഓർമ്മ ഉണ്ടോ? അന്ന് ഇൻ്റർവ്യൂവിന് ഉണ്ണീഷ് ആശാനായിരുന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാച്ച് എൻ്റെ കൂടെ പഠിച്ചത് രാജേഷ് നമ്പൂതിരി, ശർമ്മ, അവർ അങ്ങനെ 1-2, അനന്തകൃഷ്ണൻ, അങ്ങനെ 1-2 പേരെ മാത്രമേ. രാജേഷ് എന്ന് പറഞ്ഞ പന്തളം രാജേഷ്, കോതമംഗലം അല്ലേ? അങ്ങനെ മറ്റേ ആരും അങ്ങനെ അല്ല, ഞങ്ങൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സജീവ്, മഞ്ചേരി സജീവ്, മഞ്ചേരിത്തെ. അപ്പം അയാൾ കുറച്ച് 2-3 വർഷം ഉണ്ടായുള്ളൂ തോന്നുന്നു. അങ്ങനെ മാറിയപ്പോൾ അക്കാലത്ത് ഡിപ്ലോമയിലാണ് ചേർന്നത്? ഡിപ്ലോമയിലാണ് ചേർന്നത്. ആ കാലത്ത് അവിടെ സ്കൂളില്ലേ? സ്കൂള് ഉണ്ടായിരുന്നു. 8, 9, 10 ഉണ്ടായിരുന്നു. +1 ഞങ്ങൾ പോയതിന് ശേഷമാണ് +1, +2 തുടങ്ങിയത്. പിന്നെ ഞങ്ങൾക്ക് ഡിപ്ലോമയ്ക്ക് ചേർന്ന കാരണം ഇങ്ങോട്ടേക്ക് ചേരാൻ പറ്റിയില്ല. ഡിപ്ലോമയിൽ തന്നെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പോസ്റ്റ് ഡിപ്ലോമയിൽ ചേരണമെന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ബാച്ചോട് കൂടെ പോസ്റ്റ് ഡിപ്ലോമ എടുത്ത് കളഞ്ഞു. അത് കാരണം നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞപ്പോഴേക്ക് പോസ്റ്റ് ഡിപ്ലോമയും കഴിഞ്ഞു. പിന്നെ ആകെ ഉണ്ടായിരുന്നു സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാന്നുള്ളായിരുന്നു. സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ പോയപ്പോൾ അന്ന് വലിയ വലിയ ആൾക്കാരായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചതൊക്കെ തോടയം കൊട്ടാൻ പറ്റുമെന്നൊക്കെയാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു തോടയെന്ന് പറയുന്നത് മദ്ദളത്തിലാണ്, എനിക്ക് ഞാൻ ചെണ്ടയിലാണ് സ്കോളർഷിപ്പിന് വന്നതെന്ന് പറഞ്ഞു. പിന്നെ അന്ന് കിട്ടിയില്ല, എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയില്ല. എന്നാൽ അങ്ങനെ അതുപോലെ കലാമണ്ഡലമായിട്ടുള്ള ഒരു ഗ്യാപ്പ് അതിന് ശേഷം ഉണ്ടായി. അപ്പോൾ ശരിക്കും ഡിപ്ലോമ 4 വർഷം പഠിച്ച് പോരുകയാണ് ഉണ്ടായത് അല്ലേ? അപ്പോൾ തുടർന്ന് +2 ചേരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഡിഗ്രിക്ക് ചേരാൻ പറ്റിയില്ല, പോസ്റ്റ് ഡിപ്ലോമയ്ക്ക് ചേരാൻ പറ്റിയില്ല. കോഴ്സെല്ലാം എല്ലാം എടുത്ത് കഴിഞ്ഞു. രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു അഭ്യാസമാണ് ഉണ്ടായിരുന്നത്. അതെ, കഥകളിക്ക് നന്നായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. 2ാം വർഷം അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷം 3-4 വർഷത്തിൽ എനിക്ക് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. കാരണം സീനിയർമാരാരും ഉണ്ടായിരുന്നില്ല. കേശവട്ടൻ അങ്ങനെ കുറേ ആൾക്കാർ ആരും ഉണ്ടായില്ല. പിന്നെ ഞാനും ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിറയെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു 4 വർഷം ആകുമ്പോഴേക്കും അത്യാവശ്യം കളിക്ക് കൊട്ടാന്നുള്ള നല്ല കോൺഫിഡൻറ്റും ഉണ്ടായിരുന്നു. എനിക്ക് ആശാൻ തന്നെ കുറേ അവസരങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണീഷ് ആശാൻ തന്നെ കുറേ അവസരങ്ങൾ എനിക്ക് കുറേ തന്നു. ആശാൻ കോഴ്സ് കഴിഞ്ഞ ശേഷം എന്നെ കുറച്ച് കളിക്കും ആശാനോട് കൂട്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പിന്നീട് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല കലാമണ്ഡലത്തിലേക്ക്. അതൊരു വളരെ പോരായ്മയായിട്ട് ഞാൻ ഇന്ന് മനസ്സിലാലോചിക്കുന്നു. ആശാൻ കലാമണ്ഡലത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് ക്ലാസ്സിലെ കളരികൾ, ചൊല്ലിയാട്ട കളരിയിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്? എല്ലാവരും പറ്റിയിട്ടുണ്ട്. മാക്സിമം എന്നെ കൊണ്ട് തെക്കൻ കളരിയും വടക്കൻ കളരിയും എല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ശരി. ആരെങ്കിലും കൊട്ടി ചെയ്ത എന്തെങ്കിലും ഓർമ്മകൾ നിൽക്കണ്ടോ? കൂത്തമ്പലത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ? എനിക്ക് ഞാൻ പറഞ്ഞു, ആശാനെ കൊണ്ട് പറഞ്ഞു, ഈ കലാമണ്ഡലത്തിലായ ഇത് കഴിഞ്ഞതും കഥകളിയായിട്ടുള്ള ഒരു ഇത് വിട്ടതുകൊണ്ട് ഇപ്പോൾ പറയാമെന്ന് വെച്ചാൽ ഒരു ഓർമ്മയുടെ പ്രശ്നമുണ്ട്. ബാക്കി ആ കോഴ്സ് കഴിഞ്ഞിറങ്ങിയ ശേഷം
ചെണ്ട ഫീൽഡുമായിട്ട് തായമ്പക മേളം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിലവിലുള്ള എല്ലാ കലാകാരന്മാരും വലിയ സീനിയറായിട്ടുള്ള കലാകാരന്മാരുടെ എല്ലാവരും കൂടെയും കൊട്ടാനും തായമ്പയ്ക്കും ഒരു 10-20 പേര് ഓളം ഡബിൾ തായമ്പ് കൊട്ടാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ്. പക്ഷേ കഥകളി മേളത്തിന് മാത്രം ചാൻസ് വളരെ കുറവായിരുന്നു. ഒന്നാമത് പാലക്കാട് ജില്ലയിൽ 1-2 സ്ഥലങ്ങളിൽ മാത്രം കഥകളി എന്നുള്ള ഒരു ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കലാമണ്ഡലത്തിൽ വരണമായിരുന്നു. അതിനുള്ള എനിക്ക് അവസരം ഉണ്ടായില്ല. അത് കാരണം കഥകളിയായിട്ട് ബന്ധം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കഥകളിക്കൊട്ട് സ്വാഭാവികമായിട്ട് വിട്ടു എന്ന് വിചാരിക്കാം. പക്ഷേ മറ്റുള്ള മേഖലയിലേക്ക് പിന്നെ എങ്ങനെ, ആരുടെ സ്വാധീനം കൊണ്ടാണോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രേരണയാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റൊരു ട്രൂപ്പിലോ അല്ലെങ്കിൽ അങ്ങനെ കൊട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടായത്? കൊട്ട് എന്ന് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അത് നമുക്ക് ഈ സംസാരിക്കണേക്കാൾ കൂടുതൽ സംസാരിക്കാനാണ് ബുദ്ധിമുട്ടുള്ളൂ. എവിടെ വേണമെങ്കിൽ കൊട്ടാൻ പറഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും കൊട്ടാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടമായിരുന്നു. അങ്ങനെ കലാമണ്ഡലത്തിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ ശേഷം സദനം ശിവകുമാർ, കലാമണ്ഡലം കേശവൻകുട്ടിയായിട്ട്, അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല പരിചയമുള്ള ആൾക്കാരായിരുന്നു. പിന്നെ അവരുടെ കൂടെ തായമ്പക മേളം എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഇറങ്ങുമായിരുന്നു, ഫീൽഡിലേക്ക് ഇറങ്ങുക. അപ്പോൾ ഇവിടെ പ്രാദേശികമായിട്ടുള്ള കലാകാരന്മാരോടൊപ്പം സഹകരിച്ച് അങ്ങനെ പോയതുകൊണ്ട് മേളവും തായമ്പകയും ഒക്കെ അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഡബിളും സിംഗിളും ട്രിപ്പിളും ഒക്കെ പലരുടെ കൂടെ പല ആറങ്ങോട്ടൂർ ശിവേട്ടൻ്റെ, സദനം രാമകൃഷ്ണേട്ടൻ, ശിവകുമാരേട്ടൻ, കേശവേട്ടൻ, ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാനും കേശവൻകുട്ടേട്ടനും കൂടെ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് നടക്കുന്നുണ്ടാവാം. ഏറ്റവും കൂടുതൽ കൊട്ടുന്നത് ഞാനും കേശവേട്ടനും കൂടിയിട്ടാണ് ഇപ്പോൾ കൂടുതൽ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആറങ്ങോട്ടൂർ ശിവേട്ടൻ്റെ കൂടെ കൊട്ടിയുണ്ട്, രാമകൃഷ്ണേട്ടൻ, സദനം ശിവകുമാർ, പിന്നെ ഇവിടുത്തെ പല്ലശ്ശന നന്ദകുമാറേട്ടൻ, പിന്നെ പനങ്ങാട്ടിൽ ശശിയേട്ടൻ, അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ പേര് കൂടെയൊക്കെ ഡബിൾ തായമ്പയും ത്രിബിളായിട്ട്. സ്ഥിരം കൊട്ടുന്നത് ഒരു കൂറ് തന്നെയാണോ അതോ വ്യത്യസ്ത കൂറുകളാണോ അതോ ചെമ്പയും പഞ്ചാരിയും മടന്തയും അല്ലാതെ മറ്റേതെങ്കിലും കൂറുകൾ കൊട്ടാറുണ്ടോ? എല്ലാം ആശം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാം 3 കൂറും ചെയ്യാറുണ്ട്. 3. അപ്പോൾ ഈ പിന്നെ അടന്തക്കൂറ് മാത്രമല്ല പാലക്കാട് ഭാഗത്ത് കൊട്ടുകയാണെങ്കിലും? പാലക്കാട് ഭാഗത്ത് അടന്തക്കൂറ് ഉണ്ട്, എല്ലാവിടെയും ഉണ്ട്. പക്ഷേ കൂടുതലും ഇപ്പോൾ ഈ നമ്മുടെ പാലക്കാട് ഈ കൊല്ലംകോടി ഈ പല്ലശ്ശന ഭാഗങ്ങളിൽ കുറച്ച് സ്ലോയിലി, അത് ഈ അടന്തക്കൂറ് പോലെയുള്ള സംഭവങ്ങൾ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണം എന്നുള്ള ഇതില്ല. അപ്പോൾ അതുകൊണ്ട് പഞ്ചാരിക്കൂറും ചെമ്പക്കൂറാണ് ഇവിടെയുള്ള സാധാരണപ്പെട്ട ജനങ്ങളൊക്കെ കുറച്ചൊക്കെ ആദ്യമായിട്ട് കലനെക്കുറിച്ച് അല്ലെങ്കിൽ തായമ്പയെക്കുറിച്ച് അറിയുന്നവരാണെങ്കിൽ അടന്തക്കൂറും ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ആ പാലക്കാട് ഇവിടെയല്ല, കൊല്ലംകോട് ഈ പല്ലശ്ശന ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊട്ടിക്കാണുന്നത് പഞ്ചാരിയും ചെമ്പക്കൂറുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളും ആ ആൾക്കാർക്ക് നമ്മൾക്ക് എന്ത് നമ്മളെയല്ല കാണികൾക്ക് എന്ത് ഇഷ്ടപ്പെടണു എന്നാണ് ചെയ്യാനാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെന്നല്ല, കാണികൾക്ക് എന്താണോ നമ്മളെ നിന്ന് വേണ്ടത് അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ചുമതല ഒരു വാദ്യക്കാരൻ എന്ന നിലയ്ക്ക് എനിക്കുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പഞ്ചാരി. എങ്ങനെയാണ് ആ പ്രവൃത്തി നമ്മൾ വാദ്യകലയിൽ കൂടെ ഉണ്ടാക്കുന്നത്? കാലം കയറിയും കൊണ്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ എണ്ണങ്ങളുടെ വ്യത്യസ്തതയാണോ, കാലം താഴ്ത്തിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണോ, നമുക്ക് ആസ്വാദകർക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് ചെയ്യുന്നത്? മനോധർമ്മങ്ങളുടെ പുഷ്ടി കൊണ്ടാണോ? ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ മനോധർമ്മം നമ്മൾ ചെയ്യുക എന്നുള്ളതിലാണ്. പതിഞ്ഞിട്ട് ആയിക്കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. പതിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി എണ്ണയായിട്ട് അങ്ങനെ കൊട്ടാറുണ്ട്. കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആസ്വാദകരുടെ ഫീഡ്ബാക്ക് നമുക്ക് അവരുടെ അരങ്ങനുസരിച്ച് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം. ഇത് കഥകളിക്കൊട്ട് 4 കൊല്ലം കലാമണ്ഡലത്തിൽ പഠിച്ചതുകൊണ്ട് ഈ നമ്മൾ തായമ്പക അവതരണത്തിൽ അല്ലെങ്കിൽ മേളത്തിൽ ഏതെങ്കിലും തരത്തിൽ അത് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ്? ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം കലാമണ്ഡലത്തിൽ കഥകളിക്കൊട്ട് പഠിച്ചവർക്ക് പെട്ടെന്ന് മറ്റുള്ള കൊട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരാൾ കൊട്ട് തന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ട് അതൊരു ഗുണം ഉണ്ടായിട്ടുണ്ട്. തായമ്പയാണെങ്കിലും മേളമാണെങ്കിലും. മേളം നമ്മൾ ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് ഒരൊറ്റ തവണ നിലവിൽ ഇപ്പോൾ ഒരു 8 മേളങ്ങളോളം, പിന്നെ പുതിയ കണ്ടുപിടിക്കുന്നുണ്ട് ആൾക്കാർ, ഓക്കെ, അല്ലാതെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഏത് തായമ്പയാണെങ്കിലും മേളമാണെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. വേറെ ഏത് അവിടെ കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ട് തായമ്പയാണെങ്കിൽ ശരി മേളമാണ് ശരി, ഒരാൾ കൊട്ടിത്തരുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അവിടെ പഠിച്ചുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തായമ്പയാണെങ്കിലും മേളമാണെങ്കിലും അങ്ങനെയാണ്. കേളി ഉണ്ട്, കേളിയുണ്ട്, സ്പെഷ്യൽ കേളിയൊക്കെ കൊട്ടി ഉണ്ട്.
കുനിശ്ശേരി ചന്ദ്ര അവരുടെ കൂടെയൊക്കെ മറ്റേ കേളി കൊട്ടാറുണ്ട്, കൊട്ടിയിട്ടുണ്ട്. കൂട്ടാറുണ്ട്. അതിൽ ഡബിൾ കിളിയായിട്ടും ഡബിളും ത്രിബിളും എല്ലാം ആയിട്ട് കൊട്ടാറുണ്ട്. ബിജുവിന്റെ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ അച്ഛനോ അങ്ങനെ ആരെങ്കിലും കൊട്ടുകാരായിട്ട്? അതില്ല. കാരണം ഞാൻ പറയാം, അച്ഛൻ സാധാരണ ഒരാളാണ്. അച്ഛന് അങ്ങനെ കൊട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കൊട്ടുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ പല്ലശനക്കാരൻ, അതാണ് കൊട്ടുമായിട്ടുള്ള ബന്ധം. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു നീണ്ട ഈ കലാജീവിതത്തിൽ ഈ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ മറ്റ് പ്രധാന അരങ്ങുകളിൽ കേരളത്തിൽ തന്നെ എവിടെയാണ് പങ്കെടുത്തിട്ടുള്ളത്? കേരളത്തിന് പുറത്ത് എവിടെയാണ് പങ്കെടുത്തിട്ടുള്ളത്? ഞാൻ ദുബായിൽ പോയിട്ടുണ്ട്. ദുബായ് പൂരം എന്നുള്ള ഒരു പരിപാടിക്കായിട്ട് നമ്മൾ ചന്ദ്രേട്ടൻ, കുനിശ്ശേരി ചന്ദ്രേട്ടൻ ഏൽപ്പിച്ചിട്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ ഇന്ത്യ മുഴുവൻ പോയിട്ടുണ്ട്. ഇനി പോകാൻ പ്രത്യേകിച്ച് സ്ഥലങ്ങളും ഒന്നുമില്ല. ഇന്ത്യ മുഴുവൻ പോയിട്ടുണ്ട്. സകല സ്ഥലത്ത്, തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്ന് പറഞ്ഞ പോലെ എല്ലാ സ്ഥലങ്ങളിലും ഈ കൊട്ട് ഫീൽഡായിട്ട് തന്നെ പോയിട്ടുണ്ട്. എങ്ങനെയാണ്, ഏത് തരത്തിലാണ് അവിടെ പ്രയോഗിക്കുന്നത്? അതായത് തായമ്പകയാണോ അതോ മേളാണോ അതോ ഏത് ഉത്സവങ്ങളായിട്ട് ബന്ധപ്പെട്ട പരിപാടികളാണ് അവിടെയൊക്കെ അവതരിപ്പിക്കാറുള്ളത്? ഈ പുറമേക്ക് നോർത്ത് ഇന്ത്യ, അതായത് ബോംബെയിലൊക്കെ ഈ അയ്യപ്പ സീസൺ ഇതിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ കൂടുതൽ ഉത്സവങ്ങൾ അവിടെയൊക്കെ ഉണ്ടാവാറുണ്ട്. ബോംബെയിലും എല്ലാ പുറ സ്ഥലങ്ങളിൽ. അപ്പോൾ അതിൽ തായമ്പിയും ചെയ്തിട്ടുണ്ട്, മേളത്തിനുമായിട്ടും പോയിട്ടുണ്ട്. രണ്ടുമായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ മേളായിട്ടാണെങ്കിൽ ധാരാളം നടന്ന് കൊട്ടേണ്ടതായിട്ട് വരാറുണ്ടോ? ഉണ്ട്, അത്യാവശ്യം ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ 5 ചെണ്ട അല്ലെങ്കിൽ 7 ചെണ്ട അങ്ങനെയൊക്കെ ആയിട്ടാണോ പതിവ്? അല്ല, കുറച്ച് കൂടുതലുണ്ടാവാം. കൂടുതലുണ്ടാവും. ഇടന്തല, അതെ, പുറത്തൊക്കെ ഉണ്ടാവാറ്. അങ്ങനെ എല്ലാ സ്റ്റേറ്റിലും ഇന്ത്യയിൽ ഏകദേശം അറിയപ്പെടുന്ന സ്റ്റേറ്റുകൾ എല്ലാവരുടെയും പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ പിന്നെന്താ, കൊട്ട് പഠിച്ചത് കൊണ്ട് പ്രാദേശികമായിട്ട് കൊട്ടിയിട്ട് ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റു സ്ഥലങ്ങളിൽ പോകാൻ സാധിച്ചു, കുറേ സ്ഥലങ്ങൾ കാണാൻ നമുക്ക് വേറെ ഒന്നും എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ഫീൽഡ് കൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എല്ലാ സ്ഥലങ്ങളും എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യണം? ശരി, കുട്ടികളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ കൊട്ടാരക്കയിൽ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ട്, കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അവർ ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ചില കുറച്ച് പരിപാടികൾക്കൊക്കെ അവരെയും ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് സ്വന്തമായിട്ട് ടീമായിട്ട് പോകാറുണ്ടോ? സ്വന്തമായിട്ട് കൂടെ അല്ലാതെ സ്വന്തം നേതൃത്വത്തിൽ പോകാറുണ്ടോ എന്ന് ചോദിക്കുക. ഞങ്ങൾ ഒരു ടീമായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കേശവൻ കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ എന്തിനും എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു ടീം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ അവരെ അരങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കാറുണ്ട്. ശരി. ഒരു തരത്തിൽ സന്തോഷം തരുന്നതാണോ ഈ വാദ്യ കലാപ്രവർത്തനം എന്നുള്ളത്? എങ്ങനെയാണ് കാണുന്നത്? കാരണം വീട്ടിലെന്ത് വിഷമം ഉണ്ടെന്നെങ്കിലും നമ്മൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് നല്ല സന്തോഷമാണ്. കാരണം വേറെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. പരിപാടി, മേളം അല്ലെങ്കിൽ തായമ്പ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ചെണ്ട കൊട്ടാൻ പോകുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ടിരിക്കട്ടെ. എങ്ങനെയാണ് ബിജുവിൻ്റെ കുടുംബം, ഭാര്യ, കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛനും അമ്മയും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് കുടുംബം താമസിക്കുന്നത്? എവിടെയാണ് താമസിക്കുന്നത്? പല്ലശ്ശന അമ്പലത്തിൻ്റെ കുറച്ച് ബേക്കലായിട്ടാണ്. ഒരു 100-200 മീറ്റർ വ്യത്യാസമുള്ളൂ. അച്ഛൻ, അമ്മ, ഏട്ടൻ, അനിയത്തി. ഏട്ടൻ വേറെ വീട് മാറി താമസിക്കുന്ന, അനിയത്തി കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ അച്ഛൻ, അമ്മ, ഞാൻ, ഭാര്യ, ഒരു മോള്, ഒരു മോൻ. ഭാര്യയുടെ പേരെന്താ? ഭാര്യയുടെ പേര് ഉഷ. അച്ഛൻ്റെ പേര് വേലുച്ചാമി. അമ്മയുടെ പേര് കമലം. മക്കളുടെ പേരോ? ശ്രീലക്ഷ്മി, ശ്രീറാം. അവര് എന്താ ചെയ്യണത് ശരിക്കും? മോള് ചെറുപ്പം മുതൽ തന്നെ ഡാൻസ്, അത് എൻ്റെ ഇതുകൊണ്ടാണെന്നുള്ള അറിയില്ല, അവൾക്ക് പഠിപ്പിൽ കുറച്ച് മോശമാണെങ്കിലും ഡാൻസ് നല്ല പെർഫെക്ഷനാണ്. ഓർമ്മ കുറച്ച് കുറവുണ്ട് ഈ പ്രാക്ടീസ് അല്ലാത്തതിൻ്റെ. പക്ഷേ ഡാൻസ് നല്ല വൃത്തിയായിട്ട് നല്ല പെർഫെക്ഷനോടെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കലാമണ്ഡലത്തിലൊക്കെ പഠിച്ച് ഡാൻസൊക്കെ കണ്ടുകൊണ്ടോ ആണെന്നുള്ള അറിയില്ല. അപ്പോൾ അവൾ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ കുട്ടികൾക്കാണേക്കാൾ നിൽപ്പും അല്ലെങ്കിൽ ആ ശൈലിയും എനിക്ക് ഒരു
കലാകാരിയുടെ ലക്ഷണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തെ ശ്രീറാം, അദ്ദേഹം ഈ ഫീൽഡിലായിട്ട് യാതൊരു ബന്ധമില്ല. അല്ല, അത് പറയാൻ പറ്റില്ല. ബിജുവിനും തുടക്കകാലത്ത് കുട്ടിക്കാലത്ത് ഒരു ബന്ധം ഉണ്ടായിരുന്നതാണല്ലോ. അതെ അതെ. അപ്പൊ അത് ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ മാറി മാറി വരാം. ഞാൻ ഇതൊന്ന് വിട്ടിട്ട് വേറെ ചോദ്യം ചോദിക്കുകയാണ്. നമുക്കിപ്പോൾ മേളവും തായമ്പകയും ധാരാളം കണ്ടും അവനവൻ പ്രവർത്തിച്ചും നമുക്ക് ധാരാളം ഇതിനെക്കുറിച്ച് അറിയാം, ഈ വാദ്യമേഖലയെ കുറിച്ചറിയാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തായമ്പകയിൽ അങ്ങനെ ആവായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വേണോ എന്ന് ഏതെങ്കിലും ഒരു തായമ്പകയെക്കുറിച്ച് അല്ലെങ്കിൽ മേളം അവതരിപ്പിക്കുമ്പോൾ ഇപ്പം തീരകലാശത്തിനൊക്കെ ധാരാളം വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. മേളത്തിൻ്റെ പൊതുവിലുള്ള അവതരണങ്ങളിൽ എന്തെങ്കിലും പിന്നെ പ്രശ്നങ്ങളോ അവതരണത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലും വേണ്ടതായിരുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ? തായമ്പകയെ കുറിച്ചാണ് പറയണത് വെച്ചാൽ തായമ്പക കഴിഞ്ഞിട്ട് നമുക്ക് മേളത്തിലേക്ക് കിടക്കാം. തായമ്പക എനിക്ക് ഒന്ന് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ അനുകരണം എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുണ്ട്. കാരണം ഒരാൾ ഉണ്ടാക്കി വെച്ച സാധനം അല്ലെങ്കിൽ ഒരു കലാശം ഉണ്ടാക്കുമ്പോൾ അതേപോലെ തന്നെ അനുകരിക്കണതായിട്ട് എനിക്ക് കുറേ തോന്നിയിട്ടുണ്ട് എല്ലാവരും. കാരണം ഇപ്പോൾ ഉയർന്ന ആശാൻ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അവരായിട്ട് അനുകരിച്ചു പോയതായിട്ട് എനിക്ക് തായമ്പക ഫീൽ ചെയ്തിട്ട്, സ്വന്തമായിട്ട് ഒരു എണ്ണമാണെങ്കിലും ഇല്ലെങ്കിൽ ഒരു മുത്താരിപ്പാണെങ്കിലും ഇല്ലെങ്കിൽ മുഖമാണെങ്കിലും ഇല്ലെങ്കിൽ ഏത് ഭാഗത്തും സ്വന്തമായിട്ട് അവരുടേതായ രീതിയിൽ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ആരെയും കുറ്റം പറയല്ല, ആരുടെ അത് അങ്ങനെയല്ല ഉദ്ദേശിച്ച്, സ്വന്തമായിട്ട് ഓരോ സാധനങ്ങൾ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കി ചെയ്യാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തായമ്പയുടെ കാര്യത്തിൽ മേളത്തിൽ പിന്നെ എല്ലാവരും കൂടെ കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ തീരകലാശത്തിലൊക്കെ ആൾക്കാർ ഈ പരിയാൻപറ്റ പോലത്തെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് അത് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാവും, അതിനനുസരിച്ച് ചെയ്യുന്നതാവും. എനിക്ക് അഭിപ്രായം വലിയ പറയാനില്ല. പക്ഷേ എനിക്ക് തായമ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനുകരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഒരു നിലനിൽപ്പ് വരെ ചില ആൾക്കാരങ്ങനെ ചെയ്യുന്നുണ്ടാവാം. അത് കഴിഞ്ഞിട്ടും വേണമെങ്കിൽ മാറേണ്ടതാണ് എന്നാണ് എനിക്ക് സ്വന്തമായിട്ട് ഓരോ ശൈലി മീൻസ് എണ്ണങ്ങൾ നമ്മളിപ്പോൾ ഒരാളെ അനുകരിക്കാതെ വേണം. ഓരോ എണ്ണങ്ങൾ അടിസ്ഥാനം ഉണ്ടാവില്ല പക്ഷേ തായമ്പട. അപ്പം അതിൽ മുത്താരിപ്പുകളൊക്കെ ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ട്. ബാക്കി കുറേയൊക്കെ എനിക്ക് അനുകരിക്കുന്നതായിട്ട് ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ ഉയർന്ന ആശാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ അതേപടി പഠിച്ച് അടുത്ത സ്ഥലത്ത് പോയിട്ട് ഈ കുട്ടികൾ കൂട്ടുന്നു അല്ലെങ്കിൽ അവരുടെ താഴെയുള്ള ആൾക്കാർ കൂട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം എന്ന് തോന്നിയിട്ടുണ്ട്. ബിജു ഇപ്പോൾ പഠിച്ചത് 1994-95 കാലത്താണ്. 92 അരങ്ങേറ്റം കഴിഞ്ഞു. 92 അരങ്ങേറ്റം കഴിഞ്ഞു. തുടർന്ന് കലാമണ്ഡലത്തിൽ പോയിട്ട് അവിടുന്ന് 96 മുതൽ കലാമണ്ഡലത്തിൽ ചേർന്നു. 2000 വരെ 2000 മാർച്ചിൽ കോഴ്സ്. 96 പോയിട്ട് 97 അവിടെയും പിന്നെ അരങ്ങേറ്റം കഴിഞ്ഞു അല്ലേ? അപ്പോൾ ആ കാലത്ത് നമ്മൾ പരിപാടി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പിന്നെന്താ സംഘാടകരുടെ അടുത്തു നിന്നുള്ള നമുക്ക് ഒരു സാമ്പത്തികത്തിൻ്റെ ഒരു ലെവലുണ്ടല്ലോ. ആ ലെവല് ഇപ്പോൾ 2025 നമ്മളിപ്പോൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ 26-ന്റെ തുടക്കം എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ആ 20 കൊല്ലത്തിന് ശേഷം എത്ര കണ്ട് മാറ്റം വന്നിട്ടുണ്ട് സാമ്പത്തികമായിട്ട്? അതോ പിന്നെ ആ 25 കൊല്ലത്തിൻ്റെ വളർച്ച ഉണ്ടായി എന്നാണോ ഉണ്ടായിട്ടില്ല എന്നാണോ തോന്നുന്നത്? അങ്ങനെ ഏകദേശം ഒരു 10 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ വരെ അതുവരെ സാമ്പത്തികം ഈ ഭാഗത്ത്, അതായത് ഈ പല്ലശ്ശന ഞാൻ നേരത്തെ പറഞ്ഞു, പാലക്കാടും ആ ഒരു സ്ഥലത്ത് വളരെ സാമ്പത്തികം വളരെ കുറവായിരുന്നു. ഒരു 10 വർഷം മുന്നേ വരെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഒരു 4-5 വർഷത്തിന് ശേഷം ഒരു വിധം ഡെവലപ്പായിട്ടുണ്ടെന്ന് വിചാരിക്കണം. കാരണം ഒന്നാമത് ഈ കലാകാരന്മാരുടെ എണ്ണം പെരുക്കം തന്നെ ആവാം. കാരണം ഒരു പരിപാടി നടത്തുന്ന സമയത്ത് കരാറുകാർ നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് അടുത്ത ആൾ വന്നിട്ട് വീണ്ടും കുറച്ച് പറയുക. അത് പിന്നെ അത് നമ്മൾ പോകുമ്പോൾ അതിനനുസരിച്ചൊക്കെ പൈസ കിട്ടാറുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ട് ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട്, മാറ്റം വന്നിട്ടുണ്ട്. ഈ കലാകാരന്മാരുടെ എണ്ണം വർദ്ധിച്ചു എന്ന് പറയുണ്ടായി ഇപ്പോൾ നേരത്തെ. അതുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മത്സരം തരും. ഈ മത്സരം വരുന്നത് 2 തരത്തിലാവാം. ഒന്നുകിൽ നമ്മൾ സംഘാടകരോട് പെശകിയിട്ട് സാമ്പത്തികം മറ്റാളേക്കാൾ കുറഞ്ഞ് ചെയ്യാം എന്ന് പറയും. ഒന്ന്
മറ്റാളേക്കാൾ നന്നായി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മളൊരു മത്സരം സാമ്പത്തികമായിട്ടാണോ തൊഴിൽപരമായിട്ടാണോ നമുക്ക് കൊടുക്കാൻ പറ്റാറുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം പൈസ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പൈസയുടെ സാമ്പത്തികം നോക്കാതെയല്ല, കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ സംഘാടകർ ഈ പറഞ്ഞ പോലെ അവർക്ക് ചില സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ കലയായിട്ട് കുറച്ച് ബാക്കിലുള്ള ആൾക്കാരാണ്. അവർക്ക് ഒരു ശബ്ദം ഇല്ലെങ്കിൽ ഒരു ചടങ്ങ് നടന്നാൽ മതി എന്നുള്ള ഇതാവുമ്പോഴാണ് അടുത്ത ആൾക്കാർ പൈസ താഴ്ത്തി ചോദിക്കുമ്പോൾ അങ്ങനെ അവർ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് ആ താഴ്ത്തി കൊടുത്ത ആളാണ് നമ്മളെ വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള പൈസയല്ലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ സാമ്പത്തികം അതിനനുസരിച്ചല്ലേ കിട്ടുള്ളൂ. എന്നാലും പൈസ നോക്കാതെ തന്നെ, സാമ്പത്തികം നോക്കാതെ തന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ആശാൻ അപ്പോൾ തൊഴിൽപരമായി വളരെ ശ്രദ്ധ എപ്പോഴും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എല്ലാം ചെയ്യും, അത് സാമ്പത്തികം നോക്കാതെ തന്നെ. അതിപ്പോ എവിടെയാണെങ്കിലും, കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ? അതെ. ഒരു മേളം നമുക്ക് രണ്ട് മണിക്കൂറാണോ 2.5 മണിക്കൂറാണോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൊട്ടേണ്ടി വരാറുണ്ടോ? ശരിക്ക് കൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സതീഷ് ചേട്ടൻ അല്ലെങ്കിൽ കുട്ടന്മാർ അവരുടെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ ഒരു 2.5 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെ ചെയ്യാറുണ്ട് അവരുടെ കൂടെ മേളത്തിന് നിൽക്കുമ്പോൾ. അല്ല 2 മണിക്കൂറും സ്ഥലത്തിൻ്റെയും അല്ലെങ്കിൽ സമയത്തിൻ്റെയും അനുസരിച്ച് ചെയ്യാറുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പൊതുവിൽ ഈ വാദ്യലോകത്ത് ഉണ്ടായതുകൊണ്ട് ബിജുവിന് സന്തോഷമാണെന്നാണ് പറയുന്നത്. സന്തോഷം മാത്രമേ ഉള്ളൂ. അതെ, അത് ബിജുവിനെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽ ഇങ്ങനെ കൊട്ടുപഠിച്ചിട്ട് ഇത്രയധികം പരിപാടികൾക്ക് പങ്കെടുക്കാൻ പറ്റി, പല സ്ഥലത്തും പോയി. അപ്പോൾ അതിൽ എത്ര കണ്ട് അവനവന്, അതായത് വേറെ ഏത് ഫീൽഡാണെങ്കിലും എണ്ണത്തിൽ ആൾക്കാർ വളരെ നമ്മളെ തിരിച്ചറിയാൻ ചുരുക്കമായിരിക്കും. കാരണം ഒരു ഫീൽഡ് ഇപ്പോൾ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട്, പക്ഷെ നേരെ മറിച്ച് കലാകാരൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ വാദ്യകലാകാരന്മാരോട് ആരടുത്ത് ചോദിച്ചാലും നമ്മളെ അറിയാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ മൊത്തം നമ്മളെ അറിയും എന്നുള്ള ഇത് ഈ ഒരു ഫീൽഡ് കൊണ്ട് മാത്രമേ ഉള്ളൂ. കലാകാരൻ എന്നുള്ള ഒരു പരിഗണന അത് മാത്രം കൊണ്ടാണ് നമ്മളെ എല്ലാവരും അറിയപ്പെടും. ഇപ്പോൾ ആരടുത്ത് ചോദിച്ചാലും ഇപ്പോൾ ബിജു അല്ലെങ്കിൽ ഒരാളെ അറിയണമെന്നുണ്ടെങ്കിൽ കലാ ഫീൽഡ് കൊണ്ട് മാത്രമാണ്. നമ്മളറിയാത്ത ആൾക്കാർ പോലും നമ്മളെ അന്വേഷിച്ചു. ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ ഇന്ന് പരിപാടിയൊന്നുമില്ല, പക്ഷെ നമുക്ക് അവരെ എവിടെന്നെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടാവും, പക്ഷെ അവർക്കൊക്കെ നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നുള്ള അതുകൊണ്ടാണ് ഈ കലാ ഫീൽഡിൽ എനിക്ക് അത്രയും സന്തോഷമുള്ളത് തരുന്നത്. അപ്പോൾ വളരെ തൃപ്തി, തൊഴിൽപരമായിട്ടും ജീവിതപരമായിട്ടും കുടുംബപരമായിട്ടും വളരെ സന്തോഷമുള്ള ഒരു ജീവിതമാണ് ബിജുവിൻ്റെ എന്നതാണ്. അപ്പോൾ ബിജുവിൻ്റെ ഇത്ര നേരത്തെ കുറച്ച് നേരെ ഉണ്ടായുള്ള ചില വളരെ ഹൃദ്യമായ ഒരു സംഭാഷണവും അനുഭവങ്ങളും ആണ് ബിജു പറഞ്ഞത്. അപ്പോൾ ബിജുവിന് വേണ്ടി അത് ഞാൻ ആസ്വാദകർക്ക് വേണ്ടി ബിജുവിനോട് സന്തോഷം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ബിജുവിൻ്റെ ആ നല്ല വാക്കുകളോടുകൂടി ഇത് അവസാനിപ്പിക്കാം. എനിക്കിങ്ങനെ ഒരു അവസരം ആശാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ തന്നെയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ആശാൻ്റെ അടുത്ത് ഇത്ര നേരം ഇരിക്കാൻ പറ്റി, നല്ല ബഹുമാനത്തോടെ പേടിയോടെയും കൂടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സംസാരത്തിൽ ചെറിയ ചെറിയ വേരിയേഷനൊക്കെ വരുന്നത്. എനിക്കിങ്ങനെ ഒരു അവസരം തന്നാൽ ഞാൻ ആശാനെ എന്നും കടപ്പെട്ടിരിക്കും.